ഹലോ ഗേയ്സ്, ജാസ്മിൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെള്ളരി പുളിശ്ശേരി കേട്ടോ. വെള്ളരി പുളിശ്ശേരിയാണ്. അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചു കേട്ടോ. അരമുറി തേങ്ങയും, എനിക്കും മക്കൾക്ക് അത്രയേ വേണ്ടു. അരമുറി തേങ്ങയും 2 പച്ചമുളകും ചെറിയ കഷ്ണം സവാളയും ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാൻ പറഞ്ഞു. അരവ് മതിയാനാകുമ്പോൾ കുറച്ച് ജീരകം ഇട്ടിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അത് എടുക്കാൻ എനിക്ക് മറന്നു പോയതാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു ബ്ലോഗായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വെള്ളരിൻ്റെ തൊലി കളയുന്നുണ്ട് കേട്ടോ. തൊലി കളിക്കാനായിട്ട് ആദ്യം പീസാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ തൊലി കളിക്കാറില്ലല്ലോ ആ. അപ്പം ഇങ്ങനെ നേർക്കണ മുറിച്ചിട്ട് അതിൻ്റെ വയറെല്ലാം എടുക്കൂല കേട്ടോ. വയറ് കയ്പ്പ് രസമാണ്, അതുകൊണ്ട് അതിൻ്റെ വയർ ഞാൻ എടുക്കാറില്ല. വെള്ളരിൻ്റെ വയറെടുക്കില്ല. എല്ലാം ചെത്തിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം കട്ട് എടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ആക്കിയെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസിയായി കിട്ടുകയും ചെയ്യും. മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. മൺചട്ടിയിൽ എന്ത് കറി വെച്ചാലും നമ്മൾക്ക് അത് ലൂസായിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കട്ടിയായിട്ട് വരും കേട്ടോ. അതിനെ പിന്നെ വെള്ളരിൻ്റെ ഇത് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇത് കേട്ടോ. അതിന് പിന്നെ പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലിയ പീസാണ് കേട്ടോ. സാമ്പാറിൽ സാമ്പാർ പുളിശ്ശേരിയിൽ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ എടുക്കലിട്ടത്. പക്ഷെ പുളിശ്ശേരിയിൽ ഇടുന്നല്ലാതെ മക്കൾ ഒരാളെ കഴിക്കും കേട്ടോ. അതിലത്തെ വെള്ളരിക്ക വേറെ ആരും കഴിക്കൂല. ഒരേ ഇതിൽ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഞാനടക്കം കഴിക്കൂല. എനിക്കിഷ്ടമല്ല ഇതിലത്തെ വെള്ളരി കഴിക്കാൻ. എനിക്കിഷ്ടമല്ല. ഇടുന്നത് മാത്രമേ ഉള്ളൂ. ചെറിയ മോന് വേണം. അവൻ ഇത് തന്നെ എടുത്ത് തിന്നലാണ്. ഇങ്ങനെ മൺചട്ടിയിൽ കഴുകിയിട്ട് എല്ലാം പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയിലെ പണി നടക്കാം കേട്ടോ. അപ്പം ഗ്യാസിലേക്ക് കയറ്റാം. കുറച്ച് ആവശ്യത്തിന് വേകാനുള്ള കുക്കറിലിടില്ല കേട്ടോ. ഞാൻ മൺചട്ടിയിൽ തന്നെ വെന്ത് കിട്ടുന്നൊരു അതിൻ്റെ അതേ വെള്ളത്തോടെ തന്നെ പുളിശ്ശേരി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം ഒഴിച്ചാൽ പിന്നെ രണ്ടാമതിൻ്റെ വെള്ളം ഞാൻ ഒഴിക്കില്ല കേട്ടോ. തേങ്ങ അരച്ച വെള്ളം ഒഴിക്കാറില്ല. തേങ്ങ അരച്ചത് കൂട്ടുന്നതല്ലേ. അപ്പം ഗ്യാസ് ഓണാക്കാം. കുറച്ച് ഉപ്പ് കൂടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂട്ടിട്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ അരക്കുന്നതിൽ ഇട്ടിന്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടാം. അടുത്തത് നമുക്ക് ചോറാക്കാം. വെള്ളരിക്ക തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ടെല്ലാം ക്ലീനാക്കിയിട്ട് എടുക്കാം കേട്ടോ. തേങ്ങ ചിരവിച്ചതും നിങ്ങൾക്ക് ആർക്കെങ്കിലും തേങ്ങ ചിരക്കുമ്പോൾ ഇങ്ങനെ വേറിക്കൊണ്ടിരിക്കുന്ന ആ സ്വഭാവം കൊണ്ടിടും. എനിക്ക് ഫുള്ള് ക്ലീനാക്കിയിട്ട് എടുക്കാം. എന്നൊക്കെ ചോറും തീമേ കറി. അപ്പം ചിക്കൻ വിളിച്ചോറുണ്ട്. ചിക്കൻ പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് കറി വെക്കുന്നില്ല. കറി വെച്ചാൽ കൂട്ടിൽ കുറവാണ് കേട്ടോ പിള്ളേർ. അങ്ങനെ എല്ലാം തുടച്ചെടുത്ത് ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത പണിയിലേക്ക് നടക്കാൻ. തട്ടണം ക്ലീനാക്കി പെട്ടെന്ന് പണി വരുന്നു. അടുക്കളയിലത്തെ പണി കഴിഞ്ഞിട്ട് തന്നെ അപ്പുറം അടിക്കുകയും തുടക്കുകയും ചെയ്താൽ അറിഞ്ഞിട്ടാണ് കേട്ടോ. നടുവിന് കഴിഞ്ഞില്ല, നടുവേദന. എന്നാലും നമുക്ക് കിടക്കാതിരിക്കാനാവില്ലല്ലോ. ഏകദേശം ശരിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ അരവ് ഇതിലേക്ക് ചേർക്കാം.
ശരിക്കും മതിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഒന്നും കൂടി ഞാൻ അരക്കട്ട്. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അതാണ് വെറ്റിപ്പോയത് കേട്ടോ. ഒരിക്കലും കൂടി അരക്കട്ടെ. അതിലേക്ക് അരവ് കൂട്ടുന്നുണ്ട് കേട്ടോ. അരവ് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പം തൈര് കൂട്ടാം. ഞാൻ വെള്ളം ആദ്യം ആ വെള്ളരിക്ക് വീഴാനുള്ള വെള്ളം മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ, വേറെ കൂട്ടിയിട്ടൊന്നുമില്ല. അരവെല്ലാം ഇട്ട് ഒന്ന് അരവിൻ്റെ അതിൽ തന്നെ തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കുക. അതിനെന്ന് വെച്ചാൽ എന്നിട്ടൊരു കയ്യിലിട്ടിട്ട്, നിങ്ങളുടെ നാട്ടിൽ കയ്യിലിരുന്ന തവിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പലയാൾ പല വിധത്തിലാണ് പറയുന്നത്. നല്ലോണം അരവ് തിളച്ച് പിന്നെ തൈര് കൂട്ടുണ്ടാവും. തൈര് കൂട്ടുമ്പം ഗ്യാസ് ഓഫാക്കണം. തൈര് കൂട്ടിയിട്ട് തള വന്നെങ്കിൽ അത് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതാ അരവ് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് തൈരടിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ അത് വേറെ വേറെ കട്ടിയായിട്ട് തന്നെ നിൽക്കും. തൈരെടുത്ത് മിക്സിയിലിട്ട് അടിച്ചാൽ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം തള വരട്ടെ കേട്ടോ. നല്ലോണം തള വരുന്നുണ്ട്. നമുക്ക് സ്പീഡ് കുറച്ചിട്ട് തൈര് ഒഴിക്കാം കേട്ടോ. തൈര് ഒഴിച്ചിട്ട് ഒന്നാകെ ഇളക്കി കൊടുക്കാം. തിളക്കാൻ കൊടുക്കാൻ പാടില്ല കേട്ടോ, തിളക്കാൻ പാടില്ല. വേപ്പില ഇവിടെ കിട്ടൽ സാധ്യത കുറവാണ് കേട്ടോ. വീടുകളിലുണ്ട്, ഞാൻ വീടുകളിൽ വാങ്ങൽ കുറവാണ്. അപ്പം കടയിൽ പോകുമ്പോൾ വാങ്ങിക്കാനും മറന്നു കേട്ടോ. അതാ പറ്റിയ വേപ്പിലും ഉണ്ടെങ്കിൽ സൂപ്പറാവട്ടീനും. പിന്നെ അതിലേക്ക് 2-3 ചൂടാകുമ്പോൾ അതിൽ കടുകും വറ്റൽമുളകും ഇട്ട് താളിക്കാം. അപ്പോൾ സൂപ്പർ പുളിശ്ശേരി കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ. ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. പൊരിക്കാൻ മാത്രമേ ഞാൻ എടുക്കുന്നില്ല, ബാക്കി അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും കേട്ടോ. മക്കൾ പൊരിച്ചത് ഒരു പീസിലും പുളിശ്ശേരി കൂട്ടും, ഇല്ലെങ്കിൽ പുളിശ്ശേരി കൂട്ടൂല. അപ്പം എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടാം. അങ്ങനെ തള വരുമ്പോൾ ഓഫ് ചെയ്യുക. തിളക്കാൻ പാടില്ല കേട്ടോ. തിളച്ചെങ്കിൽ തൈര് കൂട്ടിയതുകൊണ്ട് അത് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതിന് കടുക് താളിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വറ്റൽമുളക് എടുത്തിട്ട് വരുന്നേ. ഇത് ഓഫാക്കി വറ്റൽമുളക് എടുത്തിട്ട് വരുന്നേ.
മൺചട്ടിയാണ് പേടിയാന്ന് എനിക്ക്. പെട്ടെന്നാണ് കാപ്പ വയ്ക്കാവുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. കാണിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെക്കുന്നത്. വെളിച്ചെണ്ണ നമ്മളൊരു രുചിയും ചൂടും കുറച്ച് കടുകിടാം. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന് പരിപ്പ് ഞാൻ ആഡാക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ മുളകിടുന്നില്ലോ, ഇല്ലെങ്കിൽ മുളക് കൂട്ടും കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ ആ ഉഴുന്ന് ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നല്ല സ്മെല്ല് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉഴുന്നിട്ടത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ കറിയിട്ട് അതേപോലെ കൊത്തി വെക്കാം. കൊത്തി വെച്ചെങ്കിൽ മണവലരിലും ഇടണം. മൂടി കുറച്ച് വലുതായിപ്പോയി. എന്താ വെച്ചാൽ താമസം പോകുമ്പോൾ നല്ല കെട്ടി വെച്ചുകൊണ്ട് അതിലാ മൂടിയെല്ലാം ആയിപ്പോയത് കേട്ടോ. 2-3 മൂടി മാത്രമേ ഞാൻ പുറത്ത് വെച്ചിട്ടില്ല. പിന്നെ അടുത്ത് നമുക്ക് ചിക്കനിലേക്ക് നോക്കാം കേട്ടോ. ചിക്കൻ ഇട്ടാ ആകെ 6 പീസേ എടുത്തിട്ടില്ലോ. രാത്രിയിലേക്ക് 4, ഉച്ചക്കിലേക്ക് അടുക്കുമ്പോനും അങ്ങനെ 6 പീസേ എടുത്തിട്ടില്ലോ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ വേറൊന്നും ഇടാനില്ല കേട്ടോ. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടെങ്കിൽ എനിക്ക് പൊരിക്കുന്നതിലിടില്ല, കറി വെക്കുന്നതിലിടും. ഞാൻ പൊരിക്കുന്നതിലിട്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മണം നിൽക്കൂല. ലേശം വിനാഗിരി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഫാം ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഞാനൊന്നും ആഡാക്കിയിട്ടില്ല കേട്ടോ. എല്ലാം വിനാഗിരിയും
ഓയിൽ മാത്രമാണ്, വെള്ളം ആഡാക്കിയിട്ടേ ഇല്ല കേട്ടോ. നല്ലോണം കൈയോടെ തിരുമ്പി എടുക്കണം കേട്ടോ. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നാൽ ഉപ്പെല്ലാം അകത്തേക്ക് പിടിക്കും കേട്ടോ. അപ്പം വീട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ പൊരിച്ചെടുക്കേണ്ട വിധയിലും കേട്ടോ. അപ്പോൾ ചോറ് തീവേണ്ട ചോറും ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.